അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടാത്തവർ ആരെല്ലാം എന്നതിനെക്കുറിച്ചിട്ടാണ്. അബുൽ ഖാസിം സഹദി റളിയല്ലാഹു അൻഹു കിതാബുർ റൂഹ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുകയുണ്ടായി. ചില ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല, മുൻകറും നക്കീറും അവരുടെ അടുത്ത് വരികയുമില്ല. പ്രബലമായ ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നതിതാണ്. ഇങ്ങനെയുള്ളവർ 3 തരക്കാരുണ്ട്. 1. ദുനിയാവിൽ വച്ച് സവിശേഷമായ ചില പ്രവൃത്തികൾ ചെയ്തവർ. അവരുടെ ഖബർ ശിക്ഷയും മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ചോദ്യം ചെയ്യലും അള്ളാഹു നിർത്തിവെക്കും. ധർമ്മയുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവർ ഉദാഹരണം. 2. മരണഘട്ടത്തിൽ അതികഠിനമായ പീഡനവും പ്രയാസവും അനുഭവപ്പെട്ടവർ. അതിനു പകരമായി ഖബറിലെ ശിക്ഷയും മലക്കുകളുടെ ചോദ്യവും ചെയ്യലും ഒഴിവാക്കപ്പെടും. 3. വെള്ളിയാഴ്ച രാത്രിയോ മരണമടഞ്ഞവർ. അവർ ഖബർ ശിക്ഷയും മലക്കുകളുടെ ചോദ്യം ചെയ്യലും നേരിടേണ്ട വരികയില്ല. ഹസ്രത്ത് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ജിഹാദിൽ പങ്കെടുത്തു ശത്രുവിനെ ഏറ്റുമുട്ടി ഉറച്ച ഹൃദയത്തോടെ പൊരുതി യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ വിജയശ്രീലാളിതനാവുകയോ ചെയ്തു എങ്കിൽ അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല. നസാഹി എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഹസ്രത്ത് സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ കേട്ടു, ധർമ്മയുദ്ധത്തിൽ ശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി മുസ്ലിം രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു ദിവസം താങ്ങുന്നത് 1 മാസം നോമ്പ് നോൽക്കുന്നതിനേക്കാളും 1 മാസം രാത്രി നമസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. അതിനിടയിൽ അവൻ മരിച്ചുപോയാൽ ഏത് കർമ്മമാണോ അവൻ ചെയ്തിരുന്നത് അതിൻ്റെ കൂലി എന്നേക്കുമായി അവൻ്റെ കർമ്മരേഖയിൽ എഴുതപ്പെടും. അവൻ്റെ ഭക്ഷണം അള്ളാഹുവിൻ്റെ പക്കൽ കൃത്യമായി അവന് നൽകപ്പെടും. മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ചോദ്യം ചെയ്യലിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കുകയും ചെയ്യും. ഹസ്രത്ത് ഫലാലത്ത് ബിനു ഹുബൈദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണമടഞ്ഞാൽ അവൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും അവസാനിക്കും. അതായത് മലക്കുകൾ അവൻ്റെ കർമ്മരേഖകൾ പൂട്ടി മുദ്രവെച്ച് ഇല്ലീനിൽ വയ്ക്കും. അതിൽ ഇനി ഒന്നും എഴുതി ചേർക്കാൻ കഴിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുകയോ ഇസ്ലാമിൻ്റെ ശത്രുവിനെ നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയോ ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ടാൽ അവൻ്റെ സൽക്കർമ്മങ്ങൾ ഖിയാമത്ത് നാൾ വരെയും വർദ്ധിച്ചു കൊണ്ടിരിക്കും. മലക്കുകൾ അവൻ്റെ കർമ്മരേഖയിൽ എഴുതിക്കൊണ്ടേയിരിക്കും. ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത്രയും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നും അവനുള്ള ഭക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കും. അന്ത്യനാളിലെ ഭീതിയിൽ നിന്നും അവൻ മുക്തനായിരിക്കും. നസാഹി ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട്, ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഓരോ വിശ്വാസിയും ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. ചിലർക്ക് ശിക്ഷ ലഭിക്കും, പക്ഷേ രക്തസാക്ഷി ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവന് ശിക്ഷയുമില്ല. എന്താണ് ഇതിന് ന്യായീകരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ്റെ ശിരസിൽ ഖഡ്ഗം പതിച്ചപ്പോൾ അവന് അത്ര മതി, ചോദ്യം ചെയ്യലിൻ്റെയും ശിക്ഷയും ആവശ്യമില്ല. ഹസ്രത്ത് ഇബ്നു മസ്ഊദിൽ നിന്നും നിവേദനം. ഒരു മനുഷ്യൻ എല്ലാ രാത്രിയും തബാറക്കല്ലദി എന്ന തുടങ്ങുന്ന സൂറത്ത് 1 പ്രാവശ്യം വീതം ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും. ഈ ആയത്ത് ആരെങ്കിലും പതിവായി പാരായണം ചെയ്താൽ മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ചോദ്യം ചെയ്യൽ അവന് എളുപ്പമായിത്തീരും. ആയത്ത് ഇതാണ്: ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. യാസീൻ സൂറത്ത്. ഹസ്രത്ത് കഹ്ബി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഞങ്ങൾ തൗറാത്തിൽ കാണുകയുണ്ടായി, തബാറക്കല്ലദി എന്ന സൂറത്ത് ആരെങ്കിലും പതിവായി പാരായണം ചെയ്താൽ അവൻ ഖബർ ശിക്ഷയിൽ നിന്നും സുരക്ഷിതനായിരിക്കും. ഹസ്രത്ത് ഇബ്നു ഉമറി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി വെള്ളിയാഴ്ച ദിവസമോ വെള്ളിയാഴ്ച രാവോ മരിക്കുകയാണെങ്കിൽ അവന് ഖബർ ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കും. അത്താഹ് ഇബ്നു യാസറിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഒരു മുസ്ലിം പുരുഷനോ സ്ത്രീയോ വെള്ളിയാഴ്ച പകലോ രാത്രിയോ മരിക്കുകയാണെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്നും മുൻകർ നക്കീർ എന്നീ മലക്കുകളുടെ ചോദ്യം ചെയ്യലിൽ നിന്നും അവൻ രക്ഷപ്പെടും. ഖിയാമത്ത് നാളിൽ അവൻ വിചാരണ ചെയ്യപ്പെടുകയില്ല. അവൻ്റെ കർമ്മങ്ങൾ അവന് സ്വർഗവാസിയാണെന്ന് സാക്ഷ്യം വഹിക്കും. ചെറിയ കുഞ്ഞുങ്ങൾ മരണമടഞ്ഞാൽ അവരെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുമോ? ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മുൻകറും നക്കീറും അവരെ ചോദ്യം ചെയ്യും. ഇമാം ഖുതുബി എഴുതി ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായി ബുദ്ധിശക്തി പ്രദാനം ചെയ്യും. സൃഷ്ടികളിൽ വെച്ച് തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്തായ സ്ഥാനം തിരിച്ചറിയാൻ വേണ്ടിയാണിത്. ചോദ്യങ്ങളുടെ ഉത്തരം അല്ലാഹു അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഹ്കാഹ് ഇബ്നു മുസാഹിമിൻ്റെ ഒരു കുഞ്ഞ് 6-ാം ദിവസം മരണമടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഖബറിൽ വയ്ക്കുമ്പോൾ കഫൻ്റെ കെട്ടും കുഞ്ഞിൻ്റെയും മുഖവും തുറന്നിടണം, എങ്കിൽ അവനെ ഇരുത്തി ചോദ്യം ചെയ്യാൻ കഴിയും. ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുട്ടിയെ ചോദ്യം ചെയ്യാമോ? അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ലഹ്കാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉടമ്പടി ദിനത്തിൽ അല്ലാഹു ആദമിൻ്റെ ഉദരത്തിൽ നിന്നും എല്ലാ റൂഹുകളെയും പുറത്തെടുത്തു താൻ ആരാധ്യനാണെന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തല്ലോ. ഈ സമയത്തെക്കുറിച്ചായിരിക്കും ചോദ്യമുണ്ടാകുക. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു, കുട്ടികൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ശരി. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയും വിവേചന ശക്തിയും ഉള്ളവരെയാണ് ചോദ്യം ചെയ്യുക. കുട്ടികൾക്ക് അത് ഇല്ലല്ലോ. ഇമാം നസഫി ബഹ്റുൽ കലാമിൽ എഴുതി, പ്രവാചകന്മാർക്കോ സത്യവിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്കോ മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ചോദ്യം ചെയ്യലോ ഖബറിലെ ശിക്ഷയോ വിചാരണയോ ഉണ്ടാവുകയില്ല. ഹാഫിള് ഇബ്നു ഹജർ ഇതനുസരിച്ച് ഫത്വ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജർ ബദുലുൽ മഅഹൂൻ ഫീഫാദിലിത്തി ത്വാഹൂൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതി, ഒരു മുസ്ലിം പ്ലാഗ് പിടിപെട്ട് മരണമടയുകയാണെങ്കിൽ അവന് ഖബറിലെ ചോദ്യം ചെയ്യലിൽ നേരിടേണ്ടി വരില്ല. എന്തുകൊണ്ടെന്നാൽ പ്ലാഗ് പിടിപെട്ട സമയത്ത് അവൻ തൻ്റെ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എന്താണോ നമ്മുടെ കാര്യത്തിൽ എഴുതി വച്ചിട്ടുള്ളത് അതിലും കൂടുതൽ ഒന്നും സംഭവിക്കുകയില്ല. അവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി പ്ലാഗിൻ്റെ കാലത്ത് പ്ലാഗ് പിടിപെട്ടോ മറ്റേതെങ്കിലും രോഗം ബാധിച്ചോ മരണമടയുകയാണെങ്കിൽ ഖബറിലെ ചോദ്യം ചെയ്യലോ ശിക്ഷയോ നേരിടേണ്ടി വരികയില്ല. ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തിയിൽ സമരസന്നദ്ധനായി നിൽക്കുന്ന ഭടനെപ്പോലെയാണവൻ. അദ്ദേഹം വീണ്ടും എഴുതി, ഒരു വിശ്വാസി വെള്ളിയാഴ്ച മരണമടയുകയാണെങ്കിൽ അള്ളാഹു മറ ഉയർത്തുകയും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പക്കൽ തനിക്കുള്ള പദവി നോക്കിക്കാണുകയും ചെയ്യും. അത് കാരണം വെള്ളിയാഴ്ച ദിവസം നരകാഗ്നി പ്രകാശിക്കുകയില്ല. നരക കവാടങ്ങൾ അടക്കപ്പെടുകയും നരകത്തിൻ്റെ കാവൽക്കാരൻ പണിയെടുക്കാതിരിക്കുകയും ചെയ്യും. അള്ളാഹു തൻ്റെ ദാസൻ്റെ റൂഹിനെ വെള്ളിയാഴ്ച പിടികൂടുകയാണെങ്കിൽ അവൻ്റെ ശുഭാന്ത്യത്തിനുള്ള തെളിവാണത്, നല്ല മരണത്തിനുള്ള തെളിവാണത്. അള്ളാഹുവിൻ്റെ പക്കൽ പ്രിയങ്കരനും സ്വീകാര്യനുമായ വിശ്വാസിയായിരിക്കും വെള്ളിയാഴ്ച മരണമടയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവോ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. ഷഹീദുകളുടെ മുദ്ര അവന് ചാർത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഖബറിൽ ശിക്ഷ ഇല്ലാത്ത വിഭാഗം ആരാണെന്ന് നിങ്ങളിപ്പോൾ ഏകദേശം മനസ്സിലാക്കി കാണും. അപ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ തിട്ടപ്പെടുത്തി തെറ്റിൽ നിന്നും മാറി നിന്ന് നമ്മൾ നല്ല മനുഷ്യനായി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമയായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടിയാണ് എന്നും നമ്മൾ ദുആ ചെയ്യേണ്ടത്. അള്ളാഹു തആല നമ്മളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.